ഈ സ്ലമ്മിൽ താമസിക്കുന്ന ചേരികളിൽ താമസിക്കുന്ന കുട്ടികളുടെ ആസ്മ ഇൻസിഡൻസ് കുറവാണ്. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു അർബനൈസ് സൊസൈറ്റിയിൽ നമ്മൾ ഭയങ്കര ക്ലീൻ ആയിട്ട് വെക്കുന്ന ഒരു ഒബ്സഷനിൽ കുട്ടികൾക്ക് നോർമലി വേണ്ട ഒരു മൈക്രോബയോം എന്ന് പറയാം. മൈക്രോബയോം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോർമലി വേണ്ട ബാക്ടീരിയകൾ ഉണ്ടാവുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് സ്റ്റഡീസ് ഉണ്ട്, ഇപ്പം പ്രൂവൺ സ്റ്റഡീസ് ഉണ്ട്, ചേരിയിലുള്ള കുട്ടികൾക്കാണ് ആസ്മയും അലർജിയും കുറവ് കമ്പയർഡ് ടു നമ്മളുടെ അർബൻ സെറ്റപ്പിൽ താമസിക്കുന്നത്. എല്ലാവരും നേരെ തിരിച്ചാണ് ആളുകളുടെ ഇവര് ഏർലി ആന്റിബയോട്ടിക് യൂസ്, വളരെ പെട്ടെന്ന് ആന്റിബയോട്ടിക് യൂസ് ചെയ്യുന്നു, വളരെയധികം ഹൈജീനിക് ആയിട്ട് ഓവർ ഹൈജീനുള്ള എൻവയോൺമെന്റ് കൂടുതലായിട്ട് കുളിപ്പിക്കുന്നു. ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നോർമലി വേണ്ട ഒരു ബാക്ടീരിയൽ ലോഡ് അല്ലെങ്കിൽ ബോഡിക്കുള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പം ഹൈജീൻ ഡയഗ്നോസിസ് നമ്മൾ പ്രൂവൺ സയന്റിഫിക് ആയിട്ട് ഭയങ്കര സയന്റിഫിക് ആയിട്ടുള്ള ഈ ആന്റിബയോട്ടിക്സ് റിക്കറന്റ്ലി കഴിയും. പിന്നെ അതൊരു പ്രശ്നമാണ്, നമ്മൾ ഈ അലർജി ആസ്മയില് എപ്പോഴും ആഴ്ചയ്ക്ക് ആന്റിബയോട്ടിക് അല്ലെങ്കിൽ മാസം ആന്റിബയോട്ടിക്സ് കഴിക്കണവരുണ്ടാവും. അവർക്കും ഈ പറഞ്ഞ പോലെ ഗട്ട് ബാക്ടീരിയയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ അവർക്ക് വരും. ഗട്ടിൽ ആവശ്യമുള്ള ബാക്ടീരിയാസ് ഒക്കെ അതിൻ്റെ ഒപ്പം നശിച്ചു പോകും. അപ്പോഴും ഈ അലർജി രോഗങ്ങൾ അധികരിക്കുക ചെയ്യുക. മിക്കവാറും ഇത് വൈറൽ ട്രിഗേർഡ് ആയിരിക്കും. ഈ വീസിങ്, ബാക്ടീരിയൽ ട്രിഗേർഡ് വീസിങ്ങിനേക്കാളും കൂടുതലായിട്ട് വൈറൽ ഇൻഫെക്ഷൻസ് ആണ് നമുക്ക് വീസിങ്ങും ആസ്മയും അതൊക്കെ അധികരിപ്പിക്കുക. അപ്പൊ അതിനൊക്കെ കയറി നമ്മൾ ഈ ആന്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ആന്റിബയോട്ടിക്സിന്റെ ഒരു പ്രധാന സൈഡ് എഫക്ട്സ് ആണ് ഗട്ട് ബാക്ടീരിയാസിനെ നശിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അത് അലർജീനെ ശരിക്കും മോശമാക്കുക ചെയ്യുക, ഇങ്ങനെ അനാവശ്യമായിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കുന്നത്.